എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കിടിലം കുലുക്കി സർബത്ത് റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ തണ്ണിമത്തൻ കൊണ്ട് എങ്ങനെയാണ് ഒരു കുലുക്കി സർബത്ത് വളരെ ടേസ്റ്റി ആയിട്ട് കളറൊന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള കുറേ വെറൈറ്റി റെസിപ്പികൾ ഇനി വരുന്ന ദിവസങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കുലുക്കി സർബത്ത് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വാട്ടർമെലൺ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാനൊരു മീഡിയം സൈസ് വാട്ടർമെലണിൻ്റെ ഒരു 1/4 ഭാഗമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ അല്പം ജിഞ്ചർ ഇട്ട് കൊടുക്കുക, ചെറുതായി അരിഞ്ഞിട്ടുള്ളത്. then നമ്മൾ നല്ല തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ ഈ ജ്യൂസ് ഇപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഞാൻ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നത് ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ അതുണ്ടാക്കുന്ന ഷേക്കറില്ല, സോ അതെടുത്തിട്ട് ബോട്ടിലെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ലെമൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട്, അതിട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ഒരു ചെറിയൊരു സ്പൈസി എരിവിന് വേണ്ടിയിട്ട് അല്പം പച്ചമുളക് നടു കീറിയിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ 2 ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുക. ആൻഡ് കുറച്ച് ഐസ് ക്യൂബ്സ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരു 6-7 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങളുടെ ഷേക്കറോ ബോട്ടിൽ എന്താണെന്ന് എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ മിക്സിയിൽ ജാറിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ജ്യൂസ് ഉണ്ടല്ലോ വാട്ടർമെലൻ്റെ, അത് ഇതിലേക്ക് ഒഴിക്കുക. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ പാകത്തിന് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആൻഡ് ഫൈനലി നമ്മൾ 1/4 കപ്പ് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ നന്നായി ഷേക്ക് ചെയ്യണം. മിനിമം ഒരു 7 സെക്കൻഡെങ്കിലും ഷേക്ക് ചെയ്യണം. അപ്പോൾ ആ ഷേക്ക് ചെയ്യുന്നതിലാണ് ആ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ആലേക്ക് ഉണ്ടാവുക ഇപ്പോൾ ഒരു മിക്സിയിലിട്ട് അരച്ച് കുടിച്ചാൽ മതില്ലേന്ന്, പക്ഷെ അത് അങ്ങനെ അരച്ച് കഴിക്കുന്നതും ഇങ്ങനെ കുലുക്കി കഴിക്കുന്നതും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ നമ്മളുടെ കുലുക്കി സർബത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളിത് സെർവ് ചെയ്യുന്നതാണ് ഒരു സ്പെഷ്യലായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഗ്രീൻ ചില്ലീസും അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങ ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് അതേപോലെ തന്നെ കുറച്ച് വാട്ടർമെലൺ ക്യൂബ്സ് ആയിട്ട് ഞാൻ ചെറുതാക്കി പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ചിയാ സീഡ്സ് കുതിർത്താൻ വെച്ചത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ദെൻ ഫൈനലി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുലുക്കി സർബത്ത് ഉണ്ടല്ലോ, അത് ഇതിലൊഴിക്കുക. ഇവിടെ ടോട്ടൽ അളവ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് 4 ആൾക്ക് കുടിക്കാനുള്ള അളവാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ മിൻറ്റ് ലീവ്സോ അല്ലെങ്കിൽ ഓറഞ്ച് ഞാൻ അവിടെ സ്ലൈസ് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഈസി ആൻഡ് ടേസ്റ്റി ആൻഡ് നല്ല ഭംഗിയുള്ള കുലുക്കി സർബത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു.